ഹലോ. ഹെഡ്സെറ്റ് നിർബന്ധം, പബ്ലിക്കായിട്ട് തുറക്കണ്ട, കൊച്ചുങ്ങളെ കാണിക്കണ്ട. കേട്ടല്ലോ? ഈ വീഡിയോയുടെ കാര്യ പറഞ്ഞേ. ഇനി ഒരു കാര്യം കേൾപ്പിച്ചല്ലോ. കൊടുങ്ങല്ലൂരിൽ ഭർത്തൃവീട്ടിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെയും മാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മൂത്ത കുട്ടിക്ക് 1 വയസ്സ് തികയും മുൻപ് ഗർഭിണിയായതിന്റെ പേരിലായിരുന്നു കുറ്റപ്പെടുത്തലും മർദ്ദനവും. ഭർത്തൃവീട്ടിലെ പീഡനം സൂചിപ്പിച്ച യുവതി മാതാവിന് അയച്ച വാട്സാപ്പ് സന്ദേശം ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. ആ വാർത്തയിലേക്ക്. ഇന്നലെ രാവിലെ ആത്മഹത്യ ചെയ്യും മുമ്പ് ഫസീല എന്ന 23-കാരി ഉമ്മയ്ക്ക് വാട്സാപ്പിലൂടെ അയച്ച സന്ദേശം ഇങ്ങനെയാണ്: ഉമ്മ, ഞാൻ 2ാമത് ഗർഭിണിയാണ്. നൗഫൽ എന്റെ വയറ്റിൽ കുറെ ചവിട്ടി ഉപദ്രവിച്ചു. ഇവിടുത്തെ ഉമ്മയും എന്നെ തെറിവിളിച്ചു. ഉമ്മ, ഞാൻ മരിക്കുകയാണ്, ഇല്ലെങ്കിൽ അവർ എന്നെ കൊല്ലും. നെറ്റ് ഓഫ് ആയതിനാൽ 1 മണിക്കൂറിന് ശേഷമാണ് മാതാപിതാക്കൾ ഈ മെസ്സേജ് കാണുന്നത്. വണ്ടി പിടിച്ച് കൊടുങ്ങല്ലൂരിലെ വീട്ടിലെത്തിയപ്പോഴേക്കും മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന് അറിഞ്ഞു. ഏടാ നാറി, ദിവ്യഗർഭം ഉണ്ടായതൊന്നല്ലോ, നീ ഉണ്ടാക്കി കൊടുത്തതന്നല്ലേ? ആണോ അല്ലയോ? നിനക്ക് 2ാമതൊരു കൊച്ചിന് ഇപ്പൊ താല്പര്യമില്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നീ നോക്കണമായിരുന്നു. എല്ലാം ചെയ്തു വെച്ചിട്ട് അവളെ തല്ലുക, അവളെ കുത്തുക, മാന്തുക, വേദനിപ്പിക്കുക. നിനക്കതിൽ പിന്നെ ഒരു പങ്കുമില്ലല്ലോ അല്ലേ? ബാക്കി അവിടെ എത്തിയപ്പോൾ കാണുന്നത് മകളുടെ ജീവനറ്റ ശരീരമായിരുന്നു. ഭർത്തൃവീട്ടിലെ പീഡനമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ. അവര് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പീഡനമായിരുന്നു. ഭർത്താവിന്റെ ഉമ്മ പീഡിപ്പിക്കുമായിരുന്നു. നിന്നെപ്പോലൊരു മരവാഴ എങ്ങനെ ഉണ്ടായെന്ന് നിന്റെ തള്ളക്ക് അറിയാമായിരുന്നോ? ആയിരുന്നോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിന്നെ പോലൊരു മരവാഴ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ആ തള്ളക്ക് അറിയാമായിരുന്നെങ്കിൽ അവർ ഈ പണി എടുക്കത്തില്ലായിരുന്നു. നീ ഒരു മരവാഴ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നേ. വർത്താനങ്ങളൊക്കെ പറയും, ആവശ്യമില്ലാത്ത തെറികളും അതൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ അവൻ ചവിട്ടി എല്ലാം ഇതായിരുന്നു, തല്ലുടുത്തും ഒക്കെ ഉണ്ടായിരുന്നു ബിയർ കാലത്ത് വെച്ചിട്ട് ഇങ്ങേറ്റ്. 1 കൊല്ലവും 9 മാസവുമായി ഫസീലയുടെയും നൗഫലിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം പോലും ആയിട്ടില്ല. എല്ലാം ചെയ്ത് വെച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ എത്തിട്ട് വീട്ടുകാരുടെ മുന്നിൽ എങ്ങാണ്ട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ പോലും പറ്റിപ്പോയിന്ന്. ഇതാണോടാ പറ്റിപ്പോയത്? അവന് പറ്റിപ്പോയ പോലും. നന്നായിട്ട് നിന്നെ തിരിച്ചൊന്നും പറ്റിക്കാത്തതിന്റെ പ്രശ്നം ഇതൊക്കെ. വീട്ടുകാരെ കൊള്ളാത്തതിന്റെ പ്രശ്നം മനസ്സിലായോ? അവരെ കൊള്ളുമായിരുന്നെങ്കിൽ നീ എന്നേ നന്നായി പോയനെ. എടാ, നിനക്കൊന്നും നോക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവിടെ കൊച്ചിട്ടുണ്ടാക്കാനും കെട്ടാനും നടക്കുന്നേ? എന്തിനാ? ആരെല്ലാം നിർബന്ധിച്ച് കെട്ടിച്ചോ? അല്ലെങ്കിൽ അവളുടെ വീട്ടുകാർ വന്ന് പറഞ്ഞോ, മോനെ നീ കെട്ടിക്കോ അല്ലെങ്കിൽ എന്റെ മോളുടെ ജീവിതം ഇല്ലാണ്ടായി പോകുന്നു പറഞ്ഞായിരുന്നോ? 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. ഫസീല 2ാമതും ഗർഭിണിയായ വിവരം കഴിഞ്ഞു. ഇനി ആ കൊച്ചിനായിരുന്നു നോക്കും. നീ ഒറ്റ ഒരുത്തൻ കാരണം, നിന്റെ വീട്ടുകാർ കാരണം ഇപ്പൊ അനാഥായി പോയത് ആ കൊച്ച. അതുപോലെ ആ പെണ്ണിന്റെ വയറ്റിലുണ്ടായ കുഞ്ഞെന്ത് കഴിച്ചു? ദിവസമാണ് അറിയുന്നത്. ഗർഭിണിയായതിന് ഫസീലയെ മാത്രം കുറ്റപ്പെടുത്തി അമ്മായിയമ്മ. ഇന്നലെ വഴക്കുണ്ടാവുന്നതിനിടെ ഭർത്താവ് ഇവനും പിന്നെ അതിലൊന്നും ഉത്തരവാദിത്വം ഇല്ലല്ലോ. ആകാശത്ത് നിന്ന് ദിവ്യഗർഭം പൊട്ടിമുളച്ച് വന്നതാണല്ലോ. സ്വന്തം വേണ്ട, ഞാൻ എന്തേലും പറഞ്ഞാൽ ചിലപ്പോ. ഫസീലയെ അടിവയറ്റിൽ ചവിട്ടി. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ അടിവയറ്റിൽ പരിക്കേറ്റെന്ന് വ്യക്തമായി. തുടർന്നാണ് ഭർത്താവ് നൗഫലിനെയും ഉമ്മ റൗലത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കട്ടക്കട്ട ജയിലിൽ കുറച്ച് നാളെ ജാമ്യം കൊടുക്കരുത്. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുണ്ട്. നേരത്തെയും ഭർത്താവും മാതാവും ചേർന്ന് ഫസീലയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് ബന്ധുക്കളും ആരോപിക്കുന്നു. ഒന്നിനെയും പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടുകാരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന്റെ വീട്ടുകാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പേ ഇതൊക്കെ ഉണ്ടെന്ന് അറിയാൻ അന്നേരം പിടിച്ചോണ്ടൊന്ന് വീട്ടിലിരുത്തണമായിരുന്നു. അപ്പോഴത്തേക്ക് അഭിമാനമാണല്ലോ എല്ലാവർക്കും വലുത്. മക്കളെ ചത്താലും കുഴപ്പമില്ല, അഭിമാനം കാത്ത് സംരക്ഷിക്കണല്ലോ. ശരിയെന്നാ എന്ന് ഈ ചിന്താഗതി മാറുന്നോ അന്ന് മാത്രമേ ഈ ലോകം നന്നാവത്തുള്ളൂ. മനസ്സിലായോ? രക്ഷിതാക്കളുടെ ഈ ചിന്താഗതി ഉണ്ടല്ലോ, നാട്ടുകാര്, വീട്ടുകാര്, കുടുംബക്കാര്, എന്നാ ചിന്താഗതി മാറുന്നോ അന്ന് ഈ നാട് നന്നാവും. അന്ന് പെൺപിള്ളേർ പിന്നെയും സുരക്ഷിതമായിട്ട് ഇരിക്കും. അതുവരെ ഇത് ഇങ്ങനെ തുടർക്കഥയായിട്ട് പൊക്കോണ്ടിരിക്കും.
ശരി എന്നാ ടാറ്റ.